ചോദിക്കാതെ എന്നോട് പിന്നെ നമ്മൾ വലിയ ബ്ലോഗറൊന്നും അല്ലെങ്കിലും അതുപോലെ തന്നെ അല്ല സോഷ്യൽ മീഡിയക്കാരനൊന്നും അല്ല. ഞങ്ങളുടെ നാട്ടിലൊരു ചുള്ളനുണ്ട് കേട്ടോ, അടിപൊളി. എന്താന്ന് വെച്ചാൽ നിങ്ങൾ കണ്ടില്ലേ, മെക്കാനിക് എഞ്ചിനീയർമാരെ കൊണ്ട് വേഗം നിൽക്കുന്ന ഇതാണ്. അതുകൊണ്ട് ഞമ്മക്കൊന്നൊരു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു ചെക്കൻ ഉണ്ടെങ്കിൽ നമ്മൾ ആൾക്കാർക്ക് അത് അറിയിച്ചു കൊടുക്കണ്ടേ ഇങ്ങനത്തെ ഇതുണ്ടെന്നുള്ളത്. അപ്പോൾ ഇവനോട് നമുക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ചു നോക്കാം. ഇതെങ്ങനെയാണ് ഓൻ ഇതെങ്ങനെ ഇതിലേക്കുള്ള ഒരു ആശയം ഉണ്ടാക്കി തീർത്തതെന്നുള്ളതൊക്കെ ഒന്ന് ചോദിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ പേര് ഇവിടെ വന്ന് നിൽക്കും. നീ ഇങ്ങനെ പെണ്ണുങ്ങളെ വെച്ച് പറഞ്ഞു ഇവിടെ. എൻ്റെ പേര് സിദാൻ അല്ലേ? ഇനി എവിടെ പഠിക്കുന്നത്? ചക്കാലക്കൽ സ്കൂൾ. അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇത് ഉണ്ടാക്കാനുള്ള ഒരാശയം എന്തുണ്ട്? എന്നത് വന്നത് എന്ന് മുതലാ? ആ ഒരു കാർബോർഡ് കൊണ്ട് ഒരു ജീപ്പ് ഉണ്ടാക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു ഒന്ന് ഓടിനെ ഉണ്ടാക്കിയാലോന്നുള്ള ഒരു ഇത് വന്നു. അങ്ങനെ ആ കാർബോർഡ് കൊണ്ട് ഇനി ആദ്യം അതിൻ്റെതായ ഒരു രൂപം ഉണ്ടാക്കിയെടുത്തു. അതിൻ്റെ പിന്നെ അതിന് ജീവൻ വെപ്പിക്കാനുള്ള പരിപാടി എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പം ഇത് മൊത്തമായിട്ട് ഇപ്പോൾ എനിക്ക് എത്രത്തോളം ചിലവ് വന്നിട്ടുണ്ട്? ഇത് ഇപ്പോൾ വന്നത് 16,000 രൂപ ചിലവ് വന്നിട്ടുണ്ട് ഇതിങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ ബിൽഡിങ് അതുപോലെ തന്നെ എല്ലാം ഇങ്ങനെ ഉണ്ടാക്കിയത് കംപ്ലീറ്റ് ഇനി എല്ലാം. അപ്പോൾ വേറെ യൂട്യൂബ് നോക്കുക അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടാണോ അതിൻ്റെ ആദ്യത്തെ ഇത് ഉണ്ടാക്കിയത്? അല്ലാണ്ട് ഇങ്ങനത്തെ ഒരു സംഗതി വരണമെങ്കിൽ അങ്ങനൊന്നും ഇല്ല. ഇനി അത് യൂട്യൂബ് നോക്കി ഒരു ഇത് കണ്ടിട്ടൊന്നുമല്ല. സ്വയം അങ്ങനെ അതിനാരാ എനിക്ക് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് തന്നാരാ? വാപ്പ ഉമ്മയും സപ്പോർട്ട് തന്നെ. പിന്നെ വില എടുത്ത് പറയേണ്ടതല്ലോ എല്ലാവരും കൂടി. ക്യാഷ് തന്നാരാ? ഉപ്പനെ പൈസ തന്നെ. ഉപ്പനെ ഞാൻ അറിയും. ഉപ്പനെ അറിയുന്നതിനെ കൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല താല്പര്യമുള്ളതാണ്. എന്ത് സംഗതിക്കും മുന്നിൽ നിൽക്കുന്ന ഒരാളാണല്ലോ അല്ലേ എൻ്റെ ഉപ്പ. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഈ ബിൽഡിങ് കാര്യമോ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങാൻ ഒരുപാട് പൈസ വരില്ലേ? അപ്പോൾ അതൊക്കെ ഇനി വാങ്ങിയതാണോ അല്ലെ വാടക എടുക്കുന്നതാ? കുറെ കാലം ഞങ്ങൾ വാടക എടുത്ത് പിന്നെ അപ്പന്നേരം ഒന്ന് വാങ്ങി വെൽഡിംഗ് മെഷീൻ. അതിന് എത്ര രൂപ വരും? അതിന് 4,500. അങ്ങനെ വെച്ചിട്ട് ഇതാക്കി. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഏകദേശം ഇപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ബോഡി വെക്കുമല്ലോ, ഈ ബോഡിയും കൂടി വെക്കുന്ന സമയത്ത് ഇനി നിങ്ങൾ എന്താണ് ഇപ്പോൾ പിന്നെ എങ്ങനെ അത് തുടക്കം ഏത് രൂപത്തിലാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഇതേ മോഡൽ തന്നെ കമ്പിയാണോ അല്ലെങ്കിൽ പിന്നെ അതിനായിട്ട് വളഞ്ഞിട്ട് മറ്റേ നൈസ് കമ്പിയാണോ അല്ലെങ്കിൽ ഇങ്ങനത്തെ കമ്പികളാണോ ഉപയോഗിക്കുക? അപ്പൊ എന്നിട്ട് ഷീറ്റിട്ടാണ്. അപ്പോൾ ഇത് തുടങ്ങിയിട്ട് ഇപ്പം എത്ര വർഷമായി ഉണ്ടാവും? ഒരു കൊല്ലമായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കൊല്ലം ഇനി കണ്ടിന്യൂ ആയിട്ട് പണി എടുത്തതല്ലല്ലോ. എനിക്കിപ്പോൾ സാമ്പത്തികം നോക്കാം ഉള്ളതിനനുസരിച്ച് പഠിക്കുകയും വേണമല്ലോ അതിൻ്റെ ബാക്കിൽ. അപ്പോൾ അതിൻ്റെ അനുസരിച്ച് നോക്കിയിട്ട് കുറച്ച് ഇതാക്കി എല്ലാം. എപ്പോഴാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സമയം കണ്ടെത്തുന്നത് ഈ സാധനം ഉണ്ടാക്കാനുള്ള? ശനി ഞായറുമാണ് ഇത് ഉണ്ടാക്കുന്നത് അല്ലേ? അപ്പം ഞാൻ ചോദിക്കട്ടെ, ഇതിലിപ്പോൾ നിങ്ങൾ ഇത് എന്തിൻ്റെ ഇഞ്ചനാണ് ഇത് ഉപയോഗിച്ചത്? CT100 ബജാജ് പൾസറിൻ്റെ ഒക്കെ CT100. ഇത് എവിടുന്ന നീ സംഘടിപ്പിച്ചേ? അതിന് എത്ര രൂപ വരും? 3,500. അങ്ങനെ ഇത് എടുത്തിട്ട് അവിടെ തന്നെ വർക്കിംഗ് കംപ്ലീറ്റ് നോക്കിയിട്ടാണോ അല്ലെങ്കിൽ ഞാൻ പഴയ സാധനം എടുത്തുകൊണ്ട് അതുകൊണ്ട് വർക്ക് ചെയ്തിച്ചാ തന്നെ ഓരോന്ന് വർക്ക് ചെയ്യിപ്പിച്ച്? പിന്നെ ഈ ഓരോരോ സംഗതികളൊന്നും ഇനി ഒരാൾ ചോദിക്കാനോ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ചെറിയൊരു സഹായം ചോദിക്കാനൊന്നും ഇനി ആരെയും കൂട്ടിയില്ല. അപ്പോൾ ഓനൊക്കെ നമ്മളെ ഫ്രണ്ട്സുകളൊക്കെ അങ്ങനെ ആക്കിയിട്ട് ഇതാക്കി തന്നെ അല്ലേ? ഒന്നുകൂടാ ഇവിടെ വാ വരും ഇതാട്ടോ. ഇതിനെ നമ്മൾ അറിയിക്കേണ്ട കേട്ടോ. എൻ്റെ കൂടെ കട്ടക്ക് നിന്നിട്ടാട്ടോ ഈ കാര്യങ്ങളൊക്കെ നിറവേറ്റുന്നത്. കാരണം എന്ന് വെച്ചാൽ ഓനൊന്ന് പറഞ്ഞു കൊടുക്കൂ ഇങ്ങനൊന്ന് ചെയ്യണമെന്ന് അറിയും. അപ്പോൾ ഓനും കൂടി കൊടുക്കൂ. അങ്ങനെ ഇവർ രണ്ടാളൊരു സംരംഭമാണ് ഈ സംഗതി വന്നിരിക്കുന്നത്. പക്ഷേ ഞമ്മക്കിതൊരു അതിർപ്പാണെങ്കിലും ഇവർ ഒരുപാട് ബുദ്ധിമുട്ടിയും കഴിഞ്ഞാട്ടോ ഈ കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പം നമ്മൾ പോലത്തെ ആൾക്കാർ നാട്ടിലുണ്ടാകുന്ന സമയത്ത് ഇവരൊരു സപ്പോർട്ട് ചെയ്യൽ നമ്മളെ കടമ ആണ്. അതുകൊണ്ട് ഇവർക്ക് എന്ത് വേണം നമ്മൾ ഇനി സപ്പോർട്ട് ചെയ്യും. നമ്മൾ ഇതുവരെ കണ്ടപ്പോൾ രാത്രിയിൽ എന്തോ ഒരു സാധനം ഇങ്ങനെ വരണ കണ്ടപ്പോഴാണ് ഞാൻ കണ്ടത്. അപ്പോൾ ഞാൻ ഓനെന്നും വിചാരിക്കും ഓനോടൊന്ന് കാര്യങ്ങൾ ചോദിക്കണമെന്നുള്ളത്. പിന്നെ ഇനി അടുത്ത് ഒന്ന് ചോദിക്കട്ടെ, ഈ സ്റ്റാരിങ് ഈ സാധനം ഇത് അതിൻ്റെതാണ്? ഇത് സ്ക്രാപ്പ്. എവിടുന്ന്? കോഴിക്കോട് അണ്ടോണന്ന്. ഓക്കെ. ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കോഴിക്കോട് കൊട്ടയിൽ നിന്ന് എടുത്തു. ആരാ കൂടി ഇനി സ്വന്തം പോണതാണോ അല്ലെങ്കിൽ വേറെ ആരുണ്ടോ?
അവരൊക്കെ പോയിട്ട് എടുത്തുകൊണ്ട് ഓലപ്പുറം പോയി എടുക്കും. ആ പിന്നെ ഇങ്ങനത്തെ ഇങ്ങനത്തെ ഒരു ആദ്യം എന്തെങ്കിലും ആ ഒരു രൂപം കണ്ടതാണല്ലോ ഈ സംഗതി ഇതൊക്കെ കണ്ടിട്ട് വളരെ കണ്ടീഷനാണ്. ജീപ്പിൻ്റെ ബേക്കിൽ ആക്സിഡൻറ്റ് ഉണ്ടാണത് അതേ രൂപത്തിൽ. ഇതൊക്കെ ഇനി വാങ്ങിയതാണോ അല്ലെങ്കിൽ ഇത് ജീപ്പിൻ്റെ ആണോ? അത് ഞാൻ ഉണ്ടാക്കിയതാണ്. ഈ സാധനം അത് കസ്റ്റമർ ഹാൻഡ് മെയ്ഡ് ആണ് മൊത്തം. തന്നെ അത് ശരി. അപ്പം ഇനി ഇത് സാധനം ഉണ്ടാക്കിയിട്ട് അപ്പോൾ ഇത് കൊണ്ട് വരച്ചത് എങ്ങനെ? അത് ഗ്രൈൻഡർ വെച്ച് ആദ്യം പെൻസിലോന്ന് ഒന്ന് മാർക്ക് ചെയ്ത് ഗ്രൈൻഡർ വെച്ച് മൊത്തം ഗ്രൈൻഡർ വെച്ച് വരിഞ്ഞെടുത്തു. വരഞ്ഞെടുത്ത്. ഇത് നോക്കിട്ടോ, ഇതൊക്കെ നിങ്ങൾ നോക്കണം. ഇതൊക്കെ എത്ര മനസ്സിലാക്കേണ്ട കാര്യം. ഒരു ഇരുമ്പിൻ്റെ മോളാണ് ഇവന് കറക്റ്റ് ആക്കിയിട്ട് വരഞ്ഞെടുത്തിട്ട് അവന് ഗ്രൈൻഡർ വെച്ചിട്ട് വരഞ്ഞെടുത്ത് നമ്മൾ പറയുന്നത്. വളരെ കണ്ടീഷനാക്കിന്. പിന്നെ അതുപോലെ തന്നെ ഈ സാധനം ഈ സോക്കാപ്സർ പൾസറിൻ്റെ സോക്കാപ്സർ. ഓക്കെ, കാറ് സാധാരണ നമ്മളെ ആക്റ്റീവൻ്റെ സാധനം അല്ലേ. ഇനിയിപ്പോൾ ഇനി ഇവിടുന്ന് ഇനി ഇതിൻ്റെതാക്കി ചോദിക്കണ്ടേ, ഇത് പെട്രോൾ അല്ലേ? ഈ പെട്രോൾ ഏകദേശം ബജാജിൻ്റെ CT100 ആണ് ഇനി ഉപയോഗിച്ചതെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ CT100 100 കിലോമീറ്ററൊക്കെ കിട്ടൂലേ? മൈലേജ് കിട്ടൂലേ? ഇപ്പോഴത്തെ കാലത്ത് ജീപ്പും അല്ലാത്തതിനൊക്കെ 12 കിലോമീറ്റർ 8 കിലോമീറ്ററോ അല്ല കിട്ടുക. അപ്പം ഇനി എൻ്റെതായ ബുദ്ധി കൂടെ ഇനി ഇതാക്കിയെടുത്തതാണല്ലോ. അപ്പോൾ ഈയിലൊരു ബജാജിൻ്റെ ഇനി ഇട്ടതാണെങ്കിൽ ഏകദേശം എൻ്റെ ഒരു ഉൾക്കാഴ്ചയിൽ ഇത് എത്ര നല്ലോണം ആണെങ്കിൽ എത്ര കിലോമീറ്റർ ഓടാം? എത്ര കിലോമീറ്റർ ഞങ്ങൾ ചെക്ക് ചെയ്തില്ല. അത് പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിൽ ഇതിപ്പോൾ ഇത് ഫുള്ളാക്കി കഴിഞ്ഞ് കാണെങ്കിൽ ഏകദേശം പെട്ടെന്ന് തീർന്നു കേട്ടോ. കുറച്ചാണ് കിട്ടുമല്ലേ? അപ്പോൾ പിന്നെ അതുപോലെ തന്നെ വണ്ടി ഇനി സ്മൂത്തിന് എന്തെങ്കിലും നിങ്ങൾ ഇനി ചെയ്യുമോ? ഒരു വണ്ടിൻ്റെ ശബ്ദം മാറ്റിയെടുക്കാൻ സൈലൻസർ നോക്കും. എന്നിട്ടാണ് അതിൻ്റെ രൂപമാക്കി എടുക്കുന്നത്. അത് നമ്മൾ ഇതിപ്പോൾ ഒരു ബൈക്കിൻ്റെ ശബ്ദമാണ് കയറി വന്നത്. അപ്പോൾ അതിൻ്റെ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്തിട്ട് ഒരു ജീപ്പിൻ്റെ രൂപത്തിൽ കാണാൻ ആക്കി വരണമല്ലോ. അപ്പോൾ അങ്ങനെ ആക്കി എടുക്കാൻ പറ്റും അല്ലേ? അപ്പോൾ ഇനി ഞാൻ ചോദിക്കാൻ പോകണം എന്താ അറിയോ, ഇതില്ലേ ഈ സംഗതികളൊക്കെ ഈ സ്റ്റാരിങ്ങിൻ്റെ ഇതൊക്കെ ഈ സാധനമൊക്കെ ഇനി ഫിറ്റ് ചെയ്യുന്ന സമയത്ത് ഇനി വേറൊന്നും ആരൊന്നും സഹായം ചെയ്തോടിയില്ല എന്നറിയില്ല, ഒറ്റ തന്നെ അല്ലോ അല്ലേ? അപ്പോൾ അല്ല അപ്പോൾ ഇതൊക്കെ സെറ്റാക്കി ഞാൻ ഇതൊക്കെ അല്ലോ അല്ലേ? ഈ ഒരു സംഭവം എന്നാട്ടോ എന്നെ നമ്മൾ മനസ്സിലാക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇതൊക്കെ. എന്നാലേ പിന്നെന്തായാലും ഇനി ബോഡിൻ്റെ ഇനിയിപ്പോൾ എത്ര കാലമാണ് ഇനി ഉദ്ദേശിക്കുന്നത്? ഒരു മാസം കൊണ്ട് കഴിയും. അതിന് എത്ര റുപ്യ അവർ പറഞ്ഞത്? അത് ഞങ്ങളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഒരു 10 രൂപേൻ്റെ അടുത്ത് ബോഡിക്ക് ഉണ്ടാവും. 10 രൂപേൻ്റെ അടുത്ത് ബോഡിക്ക് ഉണ്ടാവും. എന്നാലേ നമ്മൾ മിറ ടൈൽസിൻ്റെ ഭാഗമായിട്ട് ഞാൻ എനിക്ക് അതിൻ്റെ ഒരു പകുതി പൈസ ഞാൻ ഉണ്ടാക്കി തരും, സെറ്റാക്കി തരും. കയ്യടിച്ചോളി ബോഡി ഇതാക്കാനുള്ളത്. എന്നാ നമ്മളിപ്പോൾ ഇങ്ങനത്തെ ആൾക്കാരാണ്, ഇങ്ങനത്തെ ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ വേണ്ടി. ഇങ്ങനെ ഒരു കുത്ത് നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് അഭിമാനമല്ലേ. അതുകൊണ്ട് എന്താക്കുക, ഇതിൻ്റെ ബോഡി പണി എടുക്കുന്ന സമയത്ത് ഇങ്ങനെ അറിയിക്കുക. അതിൻ്റെ കുറച്ച് പൈസ വാങ്ങിയിട്ട് ഉണ്ടാക്കുക. ഇതിൻ്റെ സ്റ്റാർട്ടിങ് ഇനി തുടങ്ങിക്കുക. നമുക്കിതൊരു ജീപ്പാക്കി എടുക്കണം, നാടിന് നമ്മൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. ഇങ്ങനത്തെ ആൾക്കാർ നമ്മൾ എടുക്കേണ്ടത്. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഈ സ്കൂൾ കഴിഞ്ഞിട്ടല്ലേ ഇനി ചെയ്യുന്നത്? സ്കൂൾ പോകണ്ടല്ലോ അല്ലേ? അച്ഛന്മാരെ നിങ്ങളൊന്ന് മനസ്സിലാക്കേണ്ടി എന്താണെന്നറിയോ, ഇപ്പോഴത്തെ കാലത്ത് ഇതാണ് തുടക്കത്തിലുള്ള ഈ സാധനമല്ല ഓന് തുടക്കത്തിൽ ഇത് നോക്കിക്കാളിട്ടോ. ഈന ആശയം വെച്ചിട്ടാണ് ഓൻ ഉണ്ടാക്കിയതാ. ഇത് വെച്ചിട്ടാണ് ഓൻ റൂട്ട് ക്ലിയർ ആക്കി ഓൻ്റെ ഉദ്ദേശത്തിലേക്ക് ഓൻ എത്തിച്ചെന്നത്. പിന്നെ ഏറ്റവും വലിയ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ കാലത്ത് മക്കൾ കവുങ്ങുന്തോട്ടത്തിലും വാഴത്തോട്ടത്തിലും പോയിട്ട് എന്തെങ്കിലും വലിച്ചും കാഞ്ഞ് നേരം കളയുന്ന സമയത്ത് ഇവന് ഇതിൻ്റെ മേൽ മല്ലിട്ടിട്ട് ഓൻ നല്ലൊരു ബുദ്ധിജീവിയായി നീങ്ങിയതിലാണ് ഞമ്മക്ക് അഭിമാനമുള്ളത്. കാരണം ഇപ്പോഴത്തെ കാലത്തെ മക്കളൊക്കെ നിങ്ങൾക്ക് അറിയാലോ, എല്ലാത്തിനെയും കാണും തെങ്ങിൻ്റെ തൊട്ടിലോ എവിടെയെങ്കിലും വേണ്ടാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അതിനൊന്നും പെടാതെ നമ്മുടെ അഭിമാനമായിട്ടുള്ള നമ്മളെ ചെറിയോന് എല്ലാ സപ്പോർട്ടും മിറ ടൈൽസിൻ്റെ ഉണ്ടാവും. പിന്നെ എന്താ വെച്ചാൽ ബാക്കിയൊക്കെ ഇനി ശ്രദ്ധിക്കണം. ഇത് നല്ലൊരു ഇതിലാക്കിയിട്ട് നമുക്ക് അങ്ങാടിയിൽ കാട് കൊണ്ടുവന്നിട്ട് എന്താക്കണം, ഒരു പൊട്ടിക്കണം. എന്നിട്ടായിക്കാണ് അങ്ങോട്ടുള്ളത്. എന്നാലും ഓക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് കൊടുക്കാം. എന്നാലേ അതിനൊന്ന് കണ്ടോളെ, സ്റ്റാർട്ട് ചെയ്യുന്നത് കണ്ടോളെ. ഇപ്പം നിങ്ങൾക്ക് അതിർപ്പായിട്ടാണോ തോന്നുക? പിന്നെ കുറച്ച് കഴിഞ്ഞാൽ പിന്നെ കിട്ടാറോ? പെട്രോൾ രൂപം കാണണല്ലോ.
അതൊക്കെ നിങ്ങൾ നോക്കിട്ടോ. ഇതാ പെട്രോൾ ഒഴിക്കുന്ന സ്ഥലമൊക്കെ വളരെ സിമ്പിളാണ്. ടാങ്ക് വരാണ്ട് ഇവിടെ ടാങ്ക് വരാണ്ട് അത് തന്നെ. അച്ചു വേറെ നേരാക്കി നോക്ക്. ബാക്കി ഇതാട്ടോ ഒന്നുകൂടി ഒന്നുകൂടി. അല്ല ഇനി ഇപ്പൊ നിങ്ങള് മുന്നോട്ടല്ല റിവൈസ് ഉണ്ടോ ഇനി? റിവേഴ്സ് ഇപ്പൊ സെറ്റ് ചെയ്തില്ല. ഇനി ഇലക്ട്രിക്കൽ നമ്മൾ ചെയ്യുന്നുണ്ട്. DC മോട്ടോർ വെച്ച് ഇലക്ട്രിക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് റിവൈസ് ആകും. ഇപ്പൊ റിവൈസ് ആക്കിയില്ല. അപ്പൊ ഇത് ആക്സിലേറ്റർ ആണല്ലേ? ഇതെന്താണ്? ക്ലച്ച് ആണല്ലേ? ഇതൊക്കെ ബ്രേക്ക് വേറെ വരാൻ സെപ്പറേറ്റ് വരാൻ. ബ്രേക്ക് ഇനി വേറെ വരാനുണ്ട്. അതാക്കിയില്ല. അപ്പൊ ഇതിന്റെ തുടക്കാട്ടോ സുഹൃത്തുക്കളെ, ഇത് തുടക്കാണ്. ഇത് എന്നാ ഒരു 3/4% ഉള്ളൂ. ഇനിയും ഉണ്ട് ഒരു 1/4%, പിന്നെ ബോഡി പണിയും ഉള്ളത്. അതും കൂടി കഴിഞ്ഞിട്ടാണെങ്കിൽ ഇത് കുട്ടപ്പനായിട്ട് ഞങ്ങൾ പെയിന്റ് അടിച്ചിട്ട് ഇറക്കാൻ നോക്കാം. ഓക്കെ. അപ്പോൾ ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് മുന്നോട്ടൊന്ന് എടുത്താ ഒന്ന് വണ്ടി ഒന്ന് എടുക്കും. തൽക്കാലത്തിൽ വെച്ച ഗീറാട്ടോ ഇത്. ഗീരൊക്കെ എന്തൊക്കെ ഒരു സംഭവം ഉണ്ട്. ഇതൊക്കെ ഇനി ഞങ്ങൾ കറക്റ്റ് ആക്കാൻ തുടങ്ങും കുറച്ച് കഴിഞ്ഞാൽ. നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്.